മന്ത്രി സജി ചെറിയാൻ തന്നെയാണ് ഇന്നും ഈ വാർത്താ പകലിനെ സജീവമാക്കിയ വാർത്തകളിൽ ഇടം നേടിയത്. പ്രധാനമന്ത്രിയുടെ ക്രിസ്മസ് വിരുന്നിൽ പങ്കെടുത്ത ബിഷപ്പുമാർക്കെതിരായ വിവാദ പരാമർശങ്ങൾ മന്ത്രിക്ക് പിൻവലിക്കേണ്ടി വന്നു. പ്രസംഗത്തിലെ വീഞ്ഞ്, കേക്ക്, രോമാഞ്ചം എന്ന ഭാഗമാണ് പിൻവലിച്ചത്. പരാമർശങ്ങൾ ആർക്കെങ്കിലും പ്രയാസമുണ്ടെങ്കിൽ ഖേദം പ്രകടിപ്പിക്കുന്നതായി മന്ത്രി സജി ചെറിയാൻ അറിയിച്ചു. മന്ത്രിയുടെ നിലപാടിനെ സ്വാഗതം ചെയ്ത് സിറോ മലങ്കര സഭയും യാക്കോബായ സഭയും രംഗത്തെത്തി. പ്രധാനമന്ത്രി നടത്തിയ വിരുന്നിൽ വിവിധ സഭകളിൽ നിന്നുള്ള ബിഷപ്പുമാരും പുരോഹിതരും പങ്കെടുത്തതിനെയാണ് മന്ത്രി സജി ചെറിയാൻ രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചത്. സഭാ വ്യത്യാസമില്ലാതെ വിമർശനത്തിനെതിരെ എല്ലാവരും രംഗത്ത് വന്നതോടെ ഇടതുമുന്നണിയടക്കം പ്രതിരോധത്തിലായിരുന്നു. കേരളത്തിന്റെ സാംസ്കാരിക വകുപ്പ് മന്ത്രി നിരുത്തരവാദിത്തപരമായ ഒരു പ്രസ്താവന നടത്തി എന്നത് ഞങ്ങളെ എല്ലാവരെയും ഏറെ വേദനിപ്പിക്കുന്നു. KCBCയുടെ പ്രസിഡന്റ് എന്ന നിലയിൽ അദ്ദേഹത്തോട് സാംസ്കാരിക വകുപ്പ് മന്ത്രിയോട് ആവശ്യപ്പെടുന്നത് അദ്ദേഹം ആ പ്രസ്താവന പിൻവലിക്കേണ്ടതാണ്. ഇതോടെയാണ് ഇന്ന് വാർത്താ സമ്മേളനം വിളിച്ച് തന്റെ വാക്കുകൾ പുരോഹിതർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയെങ്കിൽ പിൻവലിക്കുന്നതായി മന്ത്രി സജി ചെറിയാൻ വ്യക്തമാക്കിയത്. ഈ വീഞ്ഞും കേക്കും അങ്ങനെ ഒരു ഭാഗമായിരിക്കാം അവർക്ക് പ്രയാസകരമായി തോന്നിയതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ അവർക്ക് പ്രയാസകരമായി തോന്നിയിട്ടുണ്ടെങ്കിൽ ആ പറഞ്ഞ വീഞ്ഞിന്റെയും കേക്കിന്റെയും കാര്യം ഞാൻ പിൻവലിക്കാൻ ആഗ്രഹിക്കുകയാണ്. വൈൻ, കേക്ക്, രോമാഞ്ചം എന്നീ വാക്കുകൾ മാത്രമാണ് പിൻവലിക്കുന്നതെന്നും രാഷ്ട്രീയ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നതായും സജി ചെറിയാൻ വ്യക്തമാക്കി. മന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിന് പിന്നാലെ അധിക്ഷേപ പരാമർശങ്ങൾ പിൻവലിച്ചത് നല്ല കാര്യമെന്ന് കർദിനാൾ മാർ ബെസേലിയോസ് ക്ലിമീസ് കത്തോലിക്ക ബാവ പറഞ്ഞു. സജി ചെറിയാൻ പദപ്രയോഗങ്ങൾ തിരുത്തിയത് സ്വാഗതാർഹമെന്ന് യാക്കോബായ സഭ ബിഷപ്പ് കുര്യാക്കോസ് മാർ തിയോഫിലസും പ്രതികരിച്ചു. എസ് ശ്യാംകുമാർ, 24, കൊച്ചി. മന്ത്രി സജി ചെറിയാനെ CPIM തള്ളുകയാണ്. ബിഷപ്പുമാർക്കെതിരെ സജി ചെറിയാൻ നടത്തിയ വിമർശനങ്ങൾ തള്ളുന്ന നിലപാടാണ് സംസ്ഥാന സെക്രട്ടറി സ്വീകരിച്ചത്. പ്രസ്താവന CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് പരിശോധിക്കും. സജി ചെറിയാന്റേത് പാർട്ടി നിലപാടല്ലെന്ന് MV ഗോവിന്ദൻ ഇന്ന് വ്യക്തമാക്കി. വിവാദ പ്രസ്താവന മയപ്പെടുത്തി മന്ത്രിമാരായ VN വാസവനും റോഷി അഗസ്റ്റിനും രംഗത്തെത്തി. മന്ത്രി സജി ചെറിയാന്റെ വാവിട്ട വാക്കിൽ വിവിധ ക്രൈസ്തവ സഭകളുടെ ഭാഗത്തു നിന്നുള്ള പ്രതിഷേധം കനത്തതോടെയാണ് CPIMന്റെ നിലപാട് മാറ്റം. സജി ചെറിയാൻ നടത്തിയ വിമർശനം തള്ളിയ CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മന്ത്രിയുടേത് പാർട്ടി നിലപാടല്ലെന്ന് വ്യക്തമാക്കി. പാർട്ടിക്ക് പറയാനുള്ളത് പാർട്ടി ജനറൽ സെക്രട്ടറി പറയും. ഇനി കേരളത്തിന്റെ എന്തെങ്കിലും പ്രശ്നമാണെങ്കിൽ കേരളത്തിലെ സംസ്ഥാന സെക്രട്ടറി പറയും, അല്ലെങ്കിൽ പാർട്ടി സെക്രട്ടേറിയറ്റ് പറയും, അല്ലെങ്കിൽ അവിടെ PB പറയും. അത്രയേ ഉള്ളൂ. നാക്ക് വേഴാന്ന് ഇനി പറയാൻ സാധിക്കില്ല. ഇതിൽ ഓരോ വിശേഷണങ്ങളാണ് നൽകുന്നത്. അപ്പോഴുണ്ടാകുന്ന പ്രശ്നം. ബിഷപ്പുമാർക്കെതിരായ സജി ചെറിയാന്റെ പ്രസ്താവന സർക്കാർ നിലപാടായി കാണേണ്ടെന്നായിരുന്നു മന്ത്രി റോഷി അഗസ്റ്റിന്റെ പ്രതികരണം. പരാമർശത്തെ ന്യായീകരിച്ച മന്ത്രി VN വാസവൻ വിരുന്നിന് പങ്കെടുത്തതല്ല, മറിച്ച് പ്രധാനമന്ത്രിയുടെ കാപട്യം തുറന്നുകാട്ടുകയാണ് മന്ത്രി സജി ചെറിയാൻ ചെയ്തതെന്നും കൂട്ടിച്ചേർത്തു. അവിടെ പ്രശ്നം മൂടിയെടുത്ത ഒരു ശൈലി മണിപ്പൂരിൽ എത്രയോ പള്ളികൾ കത്തിച്ച് എത്രയോ വലിയ രൂപത്തിൽ ന്യൂനപക്ഷങ്ങളെ ആക്രമിച്ച് ശവം പോലും മറയാൻ കൂട്ടിയിട്ടിരുന്ന സന്ദർഭമുണ്ടായി. അത്തരത്തിലുള്ള സാഹചര്യം എല്ലാം ഒരുക്കിയിട്ട് ഒരിക്കൽ പോലും ആ മണിപ്പൂരൊന്ന് സന്ദർശിക്കാനോ ആ വിഷയത്തിൽ ഇടപെടാനോ തയ്യാറായതിരുന്ന പ്രധാനമന്ത്രി ഇപ്പോൾ അവിടുത്തെ ആളുകളെ വിളിച്ച് വിരുന്നൊരുക്കി ഈ ശൈലി കാപട്യമാണെന്ന് പറഞ്ഞു. അതാണ് നിലപാട്. ഭരണഘടനാ ചുമതലയിലുള്ളവർ ചടങ്ങുകൾക്ക് ക്ഷണിക്കുന്നതും സഭാമേലധ്യക്ഷന്മാർ അതിൽ പങ്കെടുക്കുന്നതും പുതിയ കീഴ്വഴക്കമല്ലെന്നായിരുന്നു ജോസ് കെ മാണിയുടെ പ്രതികരണം. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24, കൊച്ചി. അങ്ങനെ ആ വിവാദം കെട്ടടങ്ങുകയാണ്. രാഹുൽ വിജയനുണ്ട് ഇപ്പോൾ കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങളുമായി. രാഹുൽ, മന്ത്രി പ്രസ്താവന പിൻവലിച്ചു, അദ്ദേഹം അതിന് നിർബന്ധിതനായി എന്ന് വേണമല്ലോ പറയാൻ. CPIM തള്ളിപ്പറയുന്നു, KCBC നിലപാട് ഘടിപ്പിക്കുന്നു. അങ്ങനെ അദ്ദേഹം ആ പ്രസ്താവന പിൻവലിച്ച് തടിയൂരുന്നു. ഈ വിവാദം എന്തൊക്കെ ചലനങ്ങൾ ഉണ്ടാക്കി കേരള രാഷ്ട്രീയത്തിൽ രാഹുൽ? ഉന്മേഷ്, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞു വെട്ടിലായി സജി ചെറിയാൻ എന്നുള്ളതായിരുന്നു ഏറ്റവും പ്രധാനമായും എടുത്തു പറയേണ്ടത്. കാരണം ഇത്തരമൊരു പരാമർശം CPIMന്റെ മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെയുള്ളൊരു വേദിയിൽ വെച്ചാണ് ബിഷപ്പുമാരെ അധിക്ഷേപിക്കുന്ന തരത്തിലേക്ക് ഒരു പ്രസ്താവന നടത്തിയത് എന്നുള്ളതായിരുന്നു സജി ചെറിയാനെതിരായിട്ടുള്ള ഏറ്റവും വലിയ വിമർശനം. അതായത് പ്രധാനമന്ത്രി വിളിച്ച ഈ ക്രിസ്മസ് വിരുന്നിൽ ബിഷപ്പുമാർ പങ്കെടുത്തതിനെതിരായിട്ടുള്ള പരാമർശമാണ് ഇത്രയും വലിയ തരത്തിലുള്ള ഒരു ചർച്ച ചെയ്യപ്പെടുകയും വലിയ തരത്തിൽ ഈ സജി ചെറിയാനെയും അതുപോലെ തന്നെ സർക്കാരിനെയും CPIMനെയും ഉൾപ്പെടെ പ്രതിസ്ഥാനത്ത് നിർത്തുന്ന അല്ലെങ്കിൽ വെട്ടിലാക്കുന്ന വിധത്തിലേക്ക് കൊണ്ടുവന്നെത്തിക്കുകയും ചെയ്തത്. ഇതിന് പിന്നാലെയാണ്
ഈ ഒരു വിവാദ പ്രസ്താവനയിൽ ഒരു മയപ്പെടുത്തൽ ഇന്ന് സജി ചെറിയാൻ തന്നെ നടത്തിയിരിക്കുന്നത്. കാരണം പ്രതിപക്ഷത്തിൻ്റെയും അതുപോലെ തന്നെ BJP-യുടെയും കോൺഗ്രസിൻ്റെയും അടക്കം വലിയ തരത്തിലുള്ള വിമർശനം ഈ വിഷയവുമായി ബന്ധപ്പെട്ടുണ്ടാകുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിന് പിന്നാലെ ഇന്ന് വാർത്താ സമ്മേളനം വിളിച്ചുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന വിധത്തിൽ കേക്ക്, വീഞ്ഞ് അല്ലെങ്കിൽ രോമാഞ്ചം എന്ന പദപ്രയോഗം ഈ ബിഷപ്പുമാർക്ക് ഉണ്ടാക്കിയിട്ടുണ്ട് എങ്കിൽ അത് പിൻവലിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും സജി ചെറിയാൻ പറഞ്ഞത്. മാത്രമല്ല, ഇതിലേതെങ്കിലും തരത്തിൽ തൻ്റെ രാഷ്ട്രീയ നിലപാടിൻ്റെ മാറ്റമല്ല, താൻ പറഞ്ഞ മറ്റ് കാര്യങ്ങളിലൊക്കെ ഉറച്ചു നിൽക്കുന്നതടക്കമുള്ള കാര്യങ്ങൾ സജി ചെറിയാൻ ഇന്ന് ആവർത്തിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ അക്ഷരാർത്ഥത്തിൽ വെട്ടിലായി സജി ചെറിയാൻ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ലാത്തൊരു കാര്യം തന്നെയായിരുന്നു. കാരണം CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി തന്നെ ഇന്ന് പറഞ്ഞിരുന്നു, അത് പാർട്ടി നിലപാടല്ല. സജി ചെറിയാൻ പറഞ്ഞത് പാർട്ടി നിലപാടല്ല, പ്രസംഗത്തിൽ പറഞ്ഞു പോയതായിരിക്കാം ഒരു പക്ഷേ എന്നൊരു ന്യായീകരണം കൂടി ആ ഒരു CPM സംസ്ഥാന സെക്രട്ടറിയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. എങ്കിൽ കൂടിയും സജി ചെറിയാനെ തള്ളുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഉണ്ടായത്. മാത്രമല്ല, CPM-ന്റെ അകത്ത് തന്നെ, CPM-ന്റെ ഉള്ളിൽ തന്നെ അല്ലെങ്കിൽ ഇടതു മുന്നണിയിൽ തന്നെ പലതരത്തിലുള്ള എതിർപ്പും ഈ പ്രസ്താവനയ്ക്കെതിരെ ഉണ്ടാവുകയും ചെയ്തിരുന്നു. അതാണ് വലിയ തരത്തിൽ ചർച്ചയാവുകയും വലിയ തരത്തിലുള്ള എതിർപ്പുകൾക്ക് പാത്രമാവുകയും ചെയ്തത്. മാത്രമല്ല, ഇതിൽ എന്തായാലും ഈ സഭാ നേതൃത്വം അല്ലെങ്കിൽ മതമേലധ്യക്ഷന്മാർ ഇത്തരമൊരു തിരുത്തലിനെ സ്വാഗതം ചെയ്തിട്ടുണ്ട് എന്നുള്ളതും എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. ശരി, രാഹുൽ വിജയനാണ് വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന്. ഇന്നത്തെ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത അത് ഇടുക്കി ജില്ലയിൽ തൊടുപുഴ വെള്ളിയാമറ്റത്തു നിന്നാണ് വന്നത്. അവിടെ പശുക്കൾ ചത്ത കുട്ടി കർഷകരെ ചേർത്ത് പിടിക്കുന്നു നാട്. ഈ കാഴ്ചയാണ് ഇന്ന് കണ്ടത്. ഒരാഴ്ചക്കുള്ളിൽ 5 പശുക്കളെ നൽകും എന്നാണ് ക്ഷീര വികസന വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി അറിയിച്ചത്. നടൻ ജയറാം 5 ലക്ഷം രൂപ കൈമാറിയതിന് പിന്നാലെ കൂടുതൽ താരങ്ങൾ സഹായം പ്രഖ്യാപിച്ചു. 10 പശുക്കളെ വാങ്ങാനുള്ള തുക വ്യവസായി MA യൂസഫ് അലി കൈമാറി. മരച്ചീനി തൊണ്ട് കഴിച്ചതിനെ തുടർന്ന് കുട്ടിക്കർഷകരായ മാത്യുവിന്റെയും ജോർജിന്റെയും 13 പശുക്കൾ ചത്തത് ഇന്നലത്തെ സങ്കടക്കാഴ്ചയായിരുന്നു. വാർത്തയ്ക്ക് പിന്നാലെ വിവിധ മേഖലകളിൽ നിന്ന് സഹായം ഒഴുകിയെത്തി. മന്ത്രി ജെ ചിഞ്ചുറാണിയും മന്ത്രി റോഷി അഗസ്റ്റിനും കുട്ടിക്കർഷകരുടെ വീട്ടിൽ നേരിട്ടെത്തി സർക്കാർ ഒപ്പമുണ്ടെന്ന് പ്രഖ്യാപിച്ചു. ഒരാഴ്ചയ്ക്കകം മാത്യുവിന് ഇൻഷുറൻസ് പരിരക്ഷയോടുകൂടി 5 പശുക്കളെ നൽകും. 1 മാസത്തെ കാലിത്തീറ്റയും സൗജന്യമായി നൽകും. കൂടുതൽ സഹായം നാളത്തെ മന്ത്രിസഭാ യോഗത്തിൽ ചർച്ച ചെയ്യുമെന്നും മന്ത്രി. അപ്പോൾ അത് 5 പശു സൗജന്യമായിട്ട് ഗവൺമെൻറ് തന്നെ കൊടുക്കുകയാണ്. മറ്റുള്ള പശുക്കൾക്ക് പകരം നമ്മൾ ദുരന്ത നിവാരണ പദ്ധതി പ്രകാരമുള്ള പണം ഞങ്ങൾ അനുവദിക്കാനുള്ള ശ്രമമാണ് ഞങ്ങളിപ്പോൾ ചെയ്യുന്നത്. പിന്നാലെ നടൻ ജയറാമും കുട്ടികൾക്ക് പിന്തുണയുമായി എത്തി 5 ലക്ഷം രൂപയുടെ ചെക്ക് കൈമാറി. തുടർന്നും എല്ലാ സഹായങ്ങളും ഉണ്ടാകുമെന്ന് താരത്തിന്റെ ഉറപ്പ്. ഇന്ന് രാവിലെ പത്രം തുറന്നപ്പോൾ സഹിക്കാൻ പറ്റിയില്ല അങ്ങോട്ട്. ഈ കുഞ്ഞുങ്ങൾക്കൊരു 10 പശുവിനെങ്കിലും മേടിക്കാൻ സാധിച്ചാൽ അതൊന്ന് കൈമാറാൻ വേണ്ടിയിട്ടും ഇവർക്ക് ആ ഒരു നേരിട്ട് വന്ന് സമാധാനിപ്പിക്കാൻ, കാരണം ഞാൻ അനുഭവിച്ച വേദനയാണ്, അതുകൊണ്ടാണ് നേരിട്ട് ഇങ്ങോട്ട് എത്തിയത്. ജയറാമിനെ ഫോണിൽ വിളിച്ച മമ്മൂട്ടി 1 ലക്ഷം രൂപയും പൃഥ്വിരാജ് 2 ലക്ഷം രൂപയും കുട്ടികൾക്ക് കൈമാറുമെന്നറിയിച്ചു. 5 ലക്ഷം രൂപ ലുലു ഗ്രൂപ്പും കൈമാറി. ഇവർക്ക് നഷ്ടപ്പെട്ടു പോയ പശുക്കൾക്ക് പകരമായി 10 പശുക്കളെ വാങ്ങാനുള്ള തുക എത്രയാണോ അത് ഇവരുമായി സംസാരിച്ച് നൽകാനാണ് പറഞ്ഞത്. 5 ലക്ഷം രൂപയാണ് യൂസഫ് അലി സാറിൻ്റെ നിർദ്ദേശപ്രകാരം നമ്മളിന്നിവിടെ ഇവർക്ക് കൈമാറിയത്. 1 ലക്ഷം രൂപ നൽകുമെന്ന് കേരള ഹോം ഡിസൈൻസ് ഗ്രൂപ്പ് അഡ്മിൻ ടി ഫിറോസ്. കൊല്ലം സുധിക്ക് വീട് നിർമ്മിച്ചു നൽകുന്ന ജീവകാരുണ്യ സംഘടനയാണ് കേരള ഹോം ഡിസൈൻ. നമ്മൾ ആദ്യം പശുവിനെ വാങ്ങിച്ചു കൊടുക്കാമെന്ന് ഉദ്ദേശിച്ച്, പിന്നെ നമ്മൾ വാങ്ങിച്ചു കൊടുക്കുന്ന പശു ഒരു പക്ഷേ അവർക്ക് ഇഷ്ടപ്പെടുന്ന, അതായത് പാല് നമുക്കറിയില്ലല്ലോ കറക്റ്റായിട്ട്, അപ്പോൾ നമ്മൾ അവർക്ക് സാമ്പത്തികമായിട്ട് 1 ലക്ഷം രൂപ കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ അത് പ്രകാരം അവർക്ക് ഇഷ്ടപ്പെട്ട പശുവിനെ തിരഞ്ഞെടുക്കാമല്ലോ. പ്രതിസന്ധികളിൽ ചേർത്തു പിടിച്ചവർക്ക് നന്ദി അറിയിച്ച് മാത്യുവും കുടുംബവും. സഹായങ്ങൾ ചെയ്തതിൽ ഒരുപാട് സന്തോഷമുണ്ട്. പ്രതീക്ഷിക്കാത്ത ഒരുപാട് തലങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് സഹായങ്ങൾ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. 2 പശുക്കളെ നൽകുമെന്ന് CPIM-ഉം അറിയിച്ചു. തൊടുപുഴ MLA PJ ജോസഫ് സ്വന്തം ഫാമിൽ നിന്ന് 1 പശുവിനെ മാത്യുവിന് കൈമാറി. വിവിധ തദ്ദേശ സ്ഥാപനങ്ങൾ, മിൽമ എന്നിവിടങ്ങളിൽ നിന്നും കുട്ടികൾക്ക് സഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട്. സർക്കാരും പൊതുസമൂഹവും ചേർത്ത് പിടിച്ചതോടെ മാത്യുവിനും കുടുംബത്തിനും ഇനി പുതുജീവൻ. ഈ ഫാമിലേക്ക് ഇനി പുതിയ പശുക്കൾ എത്തും. ഇടുക്കിയിൽ നിന്ന് സുനിൽ സുരേന്ദ്രനൊപ്പം വിഷ്ണു സുരേഷ്, 24. വിഷ്ണു സുരേഷുണ്ട് ഇപ്പോൾ വിവരങ്ങളുമായി ഇടുക്കിയിൽ തൊടുപുഴയിൽ നിന്ന്. വിഷ്ണു, അങ്ങനെ നാട് ഒത്തൊരുമിച്ച് ആ കുട്ടികൾക്കൊപ്പം നിൽക്കുന്ന കാഴ്ച വിഷ്ണു ഇപ്പോൾ ആ സ്റ്റോറിയുടെ ഒടുവിൽ പറയുന്ന പോലെ തന്നെ അങ്ങനെ നാടിൻ്റെ സ്നേഹം, കരുതൽ അതൊക്കെ ആ കുട്ടികൾ അനുഭവിച്ചറിയുകയായിരുന്നു. സർക്കാരിൻ്റെ സഹായ വാഗ്ദാനമുണ്ട്, അതെപ്പോൾ കിട്ടും? മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ് വിഷ്ണു? ഉന്മേഷ്, കേരളം ഒന്നാകെ ആ
പിഞ്ചു കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഏറ്റവും സന്തോഷകരമായ ദൃശ്യങ്ങളാണ് ഇന്ന് രാവിലെ ആ വീട്ടിൽ നിന്ന് നമുക്ക് പങ്കുവെക്കാൻ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സർക്കാരിൻ്റെ ഇടപെടൽ തന്നെയാണ്. ആദ്യഘട്ടത്തിൽ ഒരാഴ്ചക്കുള്ളിൽ തന്നെ 5 പശുക്കളെ, അത് ഇൻഷുറൻസോടുകൂടി പശുക്കളെ കൈമാറുമെന്ന മന്ത്രി ചിഞ്ചു റാണി അറിയിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇവർക്ക് വേണ്ട തുടർ സഹായങ്ങൾ, സാമ്പത്തിക സഹായങ്ങളെല്ലാം വിലയിരുത്തുന്നതിന് വേണ്ടി നൽകുന്നതിന് വേണ്ടി നാളെ മന്ത്രിസഭാ യോഗത്തിൽ ആ വിഷയം ഉന്നയിക്കുമെന്നും മന്ത്രി ഉറപ്പ് നൽകിയിട്ടുണ്ട്. പിന്നാലെയാണ് സിനിമാ മേഖലയിൽ നിന്നുള്ള സഹായം എത്തിയത്. 5 ലക്ഷം രൂപ ജയറാം കൈമാറി, പൃഥ്വിരാജും മമ്മൂട്ടിയും സഹായം നൽകിയിട്ടുണ്ട്, അല്ലെങ്കിൽ കൈമാറിയിട്ടുണ്ട്. ലുലു ഗ്രൂപ്പിന്റെ വകയായി 5 ലക്ഷം രൂപ കൈമാറിയിട്ടുണ്ട്. തുടർന്നും മറ്റിടങ്ങളിൽ നിന്ന്, എല്ലായിടങ്ങളിൽ നിന്നും ഇത്തരത്തിൽ സഹായങ്ങൾ എത്തുന്നുണ്ട്. ഈ വിദ്യാർത്ഥികളും അതോടൊപ്പം തന്നെ അവരുടെ കുടുംബവുമെല്ലാം വലിയ സന്തോഷത്തിലാണ്. കാരണം ഒരു ഘട്ടത്തിൽ അവരുടെ പ്രധാനപ്പെട്ട വരുമാന മാർഗം നിലച്ചു പോകുന്നു, വലിയ പ്രതിസന്ധിയിലേക്ക് കുടുംബം പോകുമെന്ന് കരുതിയിരുന്നു. പക്ഷേ പിന്നീട് ഇത് വാർത്തയാകുകയും പൊതുസമൂഹവും സർക്കാരും ഒന്നാകെ ആ കുടുംബത്തെ ഏറ്റെടുക്കുകയും ചെയ്തു. അവർ പറയുന്നത് ഇനി വരും നാളുകളിൽ ഈ കൃഷി അല്ലെങ്കിൽ ഈ കന്നുകാലി വളർത്തൽ വളരെ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകും. ഇനി ലഭിക്കുന്ന പശുക്കളെ കൃത്യമായി പരിപാലിക്കും, ഒരു തരത്തിലുള്ള വീഴ്ചയും സംഭവിക്കാതെ അതിനെ പൊന്നുപോലെ നോക്കും എന്നാണ് മാത്യു അടിവരയിട്ട് പറഞ്ഞത്. എന്തായാലും 2021 കൃഷി വകുപ്പ് അല്ലെങ്കിൽ മികച്ച ക്ഷീരകർഷകനുള്ള പുരസ്കാരം നേടിയ യുവ കർഷകനാണ് മാത്യു. മാത്യുവിൻ്റെ 13 പശുക്കളാണ് മരച്ചീനിത്തൊണ്ട് കഴിച്ചതിനെ തുടർന്ന് മരിച്ചത്. അക്കാര്യത്തിലൊരു സ്ഥിരീകരണം എത്തിയിട്ടുണ്ട്. മരച്ചീനിത്തൊണ്ടിലുണ്ടായിരുന്ന സൈനൈഡ് തന്നെയാണ് ഈ മരണകാരണമായി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും ഉള്ളത്. അതുകൊണ്ട് അതിൽ 5 പശുക്കൾ പരിക്കേറ്റ് അല്ലെങ്കിൽ ചികിത്സയിലായിരുന്നു, ഗുരുതര രോഗം ബാധിച്ച്. അതിൽ 3 പേർ റിക്കവർ ആയിട്ടുണ്ട്. 2 പേരുടെ നില ഒരല്പം ഗുരുതരമായി തുടരുന്നുണ്ട്. അവരും ജീവിതത്തിലേക്ക് തിരിച്ചെത്തുമെന്ന് തന്നെയാണ് നമ്മൾ ഈ ഘട്ടത്തിൽ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ പൊതുവെ ഈ സമൂഹത്തിൻ്റെയും അതോടൊപ്പം തന്നെ സമൂഹത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലെ ആളുകളുടെയും ഒരു സ്നേഹവായ്പിന് ആ കുടുംബം എല്ലാവരോടും നന്ദി പറയുന്നുണ്ട്. ആ ചേർത്ത് പിടിച്ച എല്ലാവരോടും നമ്മളും നന്ദി പറയുകയാണ്. ഉന്മേഷം. ശരി, വിഷ്ണു സുരേഷാണ് തൊടുപുഴയിൽ നിന്ന് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. ജമ്മു കശ്മീരിൽ ഭീകരവിരുദ്ധ നടപടിക്കായി കേന്ദ്ര സേനകളും പോലീസും ഏകോപനം ശക്തമാക്കും. ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നേതൃത്വത്തിൽ ചേർന്ന അവലോകന യോഗത്തിലാണ് തീരുമാനം. ഇന്റലിജൻസ് സംവിധാനം ശക്തിപ്പെടുത്താനും യോഗത്തിൽ നിർദ്ദേശമുയർന്നു. നിതിൻ അംബുജനുണ്ട് ഡൽഹിയിൽ നിന്ന്. നിതിൻ, എന്തൊക്കെയാണ് യോഗ തീരുമാനങ്ങൾ? ഉന്മേഷ്, പൂഞ്ച് രജൌരി മേഖലയിൽ ഭീകരാക്രമണത്തെ തുടർന്ന് സൈനികർ വീരമൃത്യു വരിക്കുകയും അതോടൊപ്പം തന്നെ 3 യുവാക്കൾ ദുരൂഹ സാഹചര്യത്തിൽ കൊല്ലപ്പെട്ട ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നേതൃത്വത്തിൽ യോഗം ചേർന്നത്. നിലവിലത്തെ പൂഞ്ച് രജൌരി മേഖലയിലെ സാഹചര്യം സൂക്ഷ്മമായി തന്നെ വിലയിരുത്തി അതോടൊപ്പം തന്നെ ഭീകരവിരുദ്ധ നടപടി ശക്തമാക്കാനാണ് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ തീരുമാനമുണ്ടായിരിക്കുന്നത്. മാത്രമല്ല പ്രാദേശിക ഇന്റലിജൻസ് സംവിധാനം അത് ശക്തിപ്പെടുത്താനും നിർദ്ദേശിച്ചിട്ടുണ്ട്. കൂടാതെ ഭീകരവിരുദ്ധ നടപടിക്കായി പോലീസ് അതോടൊപ്പം തന്നെ മറ്റ് കേന്ദ്ര സേനകളുടെയും ഏകോപനം ശക്തമായി തന്നെ മുന്നോട്ട് പോകണം എന്ന നിർദ്ദേശമാണ് ഇന്ന് യോഗത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി മുന്നോട്ട് വെച്ചത്. യോഗം അവസാനിച്ചെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി വിളിച്ച യോഗത്തിൽ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ, അതോടൊപ്പം തന്നെ ആഭ്യന്തര സെക്രട്ടറി, കൂടാതെ കരസേന മേധാവി, അതോടൊപ്പം തന്നെ NIA, കൂടാതെ വിവിധ ഇന്റലിജൻസ് അടക്കമുള്ള വിവിധ മേധാവികളും ഇന്നത്തെ യോഗത്തിൽ പങ്കെടുത്തിരുന്നു. സംസ്ഥാനത്തെ സാഹചര്യം കൃത്യമായി തന്നെ നിരീക്ഷിച്ചിട്ടുണ്ട്. കൂടാതെ സംസ്ഥാനത്തിന്റെ നിലവിലത്തെ സാഹചര്യം സംബന്ധിച്ച് ലഫ്റ്റനന്റ് ഗവർണറും ഇന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രിയോട് അവിടുത്തെ സാഹചര്യം ബോധിപ്പിച്ചു. എന്തായാലും ശക്തമായി തന്നെ ഭീകരവിരുദ്ധ നടപടി മുന്നോട്ട് പോകാനാണ് ഇപ്പോൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രി നൽകിയ നിർദ്ദേശം. നേരത്തെ പ്രതിരോധ മന്ത്രിയും അതോടൊപ്പം തന്നെ കരസേന മേധാവിയും സംസ്ഥാനത്ത് സന്ദർശിച്ചിരുന്നു. അതിനുശേഷമാണ് ഇന്നിപ്പോൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രി ഈ സാഹചര്യം വിലയിരുത്തുന്നത്. ശരി, നിതിൻ അംബുജനാണ് വിശദാംശങ്ങൾ നൽകിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ തൃശൂരിൽ എത്തുകയാണ്. ഒരുക്കങ്ങളൊക്കെ അവിടെ പൂർത്തിയായി വരുന്നു. 2 ലക്ഷം വനിതകൾ അണിനിരക്കുന്ന BJPയുടെ മഹിളാ സമ്മേളനത്തിൽ പ്രധാനമന്ത്രി പങ്കെടുക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായി. പ്രധാനമന്ത്രിയുടെ വരവിന് മുന്നോടിയായി ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ സുരേഷ് ഗോപിക്ക് വോട്ട് ചോദിച്ചുകൊണ്ടുള്ള ചുവരെഴുത്തുകളും പ്രത്യക്ഷപ്പെട്ടു. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിനു മുൻപേ സുരേഷ് ഗോപിയെ ഉയർത്തിക്കാട്ടിയുള്ള പ്രചാരണത്തിലാണ് BJP. ജില്ലയിലെ വിവിധയിടങ്ങളിൽ സുരേഷ് ഗോപിക്ക് വോട്ടഭ്യർത്ഥിച്ച് ചുവരെഴുത്തുകൾ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങി. പാർട്ടി ഏറെ പ്രതീക്ഷയർപ്പിക്കുന്ന തൃശൂരിൽ പ്രധാനമന്ത്രി തന്നെ നേരിട്ടെത്തി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കമിടും. കേന്ദ്രമന്ത്രിമാരും ദേശീയ നേതാക്കളും അണിനിരക്കുന്ന വേദിയിൽ സുരേഷ് ഗോപിയും ഉണ്ടാകും. നാളെ ഉച്ചയ്ക്ക് 2 മണിയോടെ കുട്ടനെല്ലൂർ കോളേജ് ഹെലിപ്പാഡിലിറങ്ങുന്ന പ്രധാനമന്ത്രി സ്വരാജ് റൗണ്ടിൽ റോഡ് ഷോ നടത്തും. കുട്ടനെല്ലൂരിലും ജില്ലാ ജനറൽ ആശുപത്രിക്ക് സമീപവും പ്രധാനമന്ത്രിക്ക് സ്വീകരണമൊരുക്കിയിട്ടുണ്ട്. കനത്ത സുരക്ഷയാണ് തൃശൂരിൽ. വടക്കുംനാഥ ക്ഷേത്രത്തിന്റെ വടക്കേ ഭാഗത്ത് തയ്യാറാക്കിയ പൊതുസമ്മേളന വേദിയിലാണ് മഹിളാ സമ്മേളനം. പൊതുസമ്മേളന വേദിക്കരികിൽ സാമുദായിക നേതാക്കളുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തിയേക്കും. ചടങ്ങുകൾ പൂർത്തിയാക്കി നാളരയ്ക്കാണ് മടക്കം. 24 തൃശൂർ. വിവരങ്ങളുമായി ഇപ്പോൾ സൂരജ് സജി ചേരുന്നുണ്ട് തൃശ്ശൂരിൽ നിന്ന്. സൂരജ്, പ്രധാനമന്ത്രി നാളെ എത്തുകയാണ്. പ്രധാനപ്പെട്ട ഒരു പരിപാടിയാണ് BJP. അങ്ങനെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കം
അതിൻ്റെ തുടക്കമിടുന്ന ഒരു പരിപാടിയാണല്ലോ തൃശ്ശൂരിൽ നാളെ നടക്കാൻ പോകുന്നത്. പ്രധാനമന്ത്രി എപ്പോൾ എത്തും? ഈ റോഡ് ഷോ എപ്പോഴാണ് സൂരജ്? ഉന്മേഷ്, എന്തായാലും ഈ ഉന്മേഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ രാജ്യത്ത് ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി നടക്കുന്ന, പ്രധാനമന്ത്രി പങ്കെടുത്തുകൊണ്ട് നടക്കുന്ന ആദ്യ റോഡ് ഷോ എന്ന് വേണം നമുക്കിത് വിശേഷിപ്പിക്കാൻ. ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുടെ ഭാഗമായി കൊണ്ട് തന്നെയാണ് നാളെ പ്രധാനമന്ത്രി എത്തുന്നത്. പക്ഷേ BJP ഔദ്യോഗികമായി വിശദീകരിക്കുന്നത് മഹിളാ സംഗമത്തിനാണ് എന്ന് വിശദീകരിക്കുന്നുണ്ടെങ്കിൽ പോലും അത്തരത്തിലൊന്നുമല്ല. ഇത് കൃത്യമായ രാഷ്ട്രീയ പരിപാടി തന്നെയാണ്. ഈ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി നടത്തുന്ന പരിപാടി, അതിന് തന്നെയാണ് നാളെ പ്രധാനമന്ത്രി ഈ തൃശ്ശൂരിലെത്തുന്നത്. എന്തായാലും അതിന്റെ ഒരുക്കങ്ങളെല്ലാം അന്തിമ ഘട്ടത്തിലാണ്. അതിന് മുന്നോടിയായി എടുത്തു പറയേണ്ട ഒരു കാര്യം ഇന്ന് ജില്ലയിൽ സംഭവിച്ചത്, ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിനൊക്കെ മുമ്പ്, അതായത് ഔദ്യോഗിക പ്രഖ്യാപനത്തിന് മുൻപ് തന്നെ സുരേഷ് ഗോപിക്കായി ഇവിടെ തെരഞ്ഞെടുപ്പ് പ്രചരണം തൃശ്ശൂരിൽ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. ചുവരെഴുത്തുകൾ ഉൾപ്പെടെ ഇന്ന് തൃശ്ശൂർ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ സുരേഷ് ഗോപിക്കായി ചുവരെഴുതുന്ന പ്രവർത്തകരെ നമ്മൾ കണ്ടു. അതിന്റെ ദൃശ്യങ്ങളെല്ലാം തന്നെ പുറത്തു വരികയും ചെയ്തു. അത്തരത്തിൽ ഇന്ന് പ്രധാനമന്ത്രിയുടെ സന്ദർശനം ഒരു തെരഞ്ഞെടുപ്പ് പരിപാടിയായി മാറ്റാനുള്ള ഒരു ശ്രമം അത് BJP പ്രവർത്തകരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് ചില സാമുദായിക നേതാക്കളടക്കമായി പ്രധാനമന്ത്രി നാളെ ചർച്ച നടത്തും എന്നൊരു സൂചന ഈ ഘട്ടത്തിൽ വരുന്നുണ്ട്. നാളെ ഈ സമ്മേളനം നടക്കുന്ന വേദിക്ക് സമീപത്ത് വെച്ച് ഇത്തരത്തിൽ ചില നേതാക്കളുമായെല്ലാം പ്രധാനമന്ത്രി സംസാരിച്ചേക്കും എന്ന സൂചനകൾ ഈ BJP വൃത്തങ്ങളിൽ നിന്ന് വരുന്നുണ്ട്. അല്പസമയത്തിനകം അതിൽ കൂടുതൽ വ്യക്തത വരാം. എന്തായാലും ഉന്മേഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ 2 മണിയോട് കൂടി നാളെ കുട്ടനെല്ലൂരിലാണ് പ്രധാനമന്ത്രി ആദ്യം ഈ ഹെലികോപ്റ്റർ ഇറങ്ങുക. അതിനുശേഷം അവിടെ നിന്ന് ജില്ലാ ആശുപത്രിയിലെത്തും. ജില്ലാ ആശുപത്രിയിൽ BJP പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ഒരു സ്വീകരണമുണ്ട്. അതിനുശേഷമായിരിക്കും ഈ ജില്ലാ ആശുപത്രിയിൽ നിന്ന് ഈ നായ്ക്കനാലിലെ വേദിയിലേക്ക് എത്തുക. എന്തായാലും അതുവരെ പ്രധാനമന്ത്രി റോഡിലൂടെ കാൽനടയായി നടന്നെത്തും എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ അറിയിച്ചിട്ടുള്ളത്. അതിന്റെ ഭാഗമായുള്ള എല്ലാ സുരക്ഷാ മുന്നൊരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ട്. അതിനുശേഷമാണ് ഈ മഹിളാ സംഗമം നടക്കുക. അതിൽ സ്ത്രീകളെ അഭിസംബോധന ചെയ്തുകൊണ്ട് പ്രധാനമന്ത്രി സംസാരിക്കും. അവിടെ പ്രധാനമായി വനിതാ ബിൽ ഉൾപ്പെടെ പാസ്സാക്കിയതിനെ തുടർന്ന് പ്രധാനമന്ത്രിക്ക് പിന്തുണ പ്രഖ്യാപിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലൊരു പരിപാടി എന്നുള്ളതാണ് BJP വിശദീകരിക്കുന്നത്. പക്ഷേ അതൊന്നുമല്ല, കൃത്യമായ ഒരു രാഷ്ട്രീയ പരിപാടി, ഒരു തെരഞ്ഞെടുപ്പിന് മുൻപ് നടത്തുന്ന ക്യാമ്പയിനായി ഇത് മാറുകയാണ്. ഉന്മേഷ്, ജസ്നയെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് CBI ഈ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്. CBIയുടെ കൊച്ചി യൂണിറ്റാണ് തിരോധാനം അന്വേഷിച്ചത്. S. ശ്യാംകുമാർ ഉണ്ട് കൊച്ചിയിൽ നിന്ന്. ശ്യാംകുമാർ, എന്താണ് ഈ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്ന കാര്യങ്ങൾ? ഉന്മേഷ്, ലോക്കൽ പോലീസും പിന്നീട് ക്രൈംബ്രാഞ്ചും പിന്നീട് കേരള പോലീസും തന്നെ പ്രത്യേക അന്വേഷണ സംഘത്തെ അന്വേഷിച്ചതാണ് ജസ്ന തിരോധാന കേസ്. ഈരാറ്റുപേട്ടയിൽ നിന്ന് ജസ്നയെ കാണാതായപ്പോൾ മുതൽ വലിയ ദുരൂഹതകൾ ഉണ്ടായിരുന്നു. നീണ്ട അന്വേഷണങ്ങൾ ഈ കേസുമായി ബന്ധപ്പെട്ട് ഉണ്ടാവുകയും ചെയ്തിരുന്നു. പക്ഷേ ജസ്നയെ കണ്ടെത്താൻ മാത്രം സാധിച്ചിരുന്നില്ല. ഇതിന് പിന്നാലെയാണ് CBIക്ക് കേസന്വേഷണം കൈമാറിയത്. കൊച്ചിയിലെ പ്രത്യേക യൂണിറ്റ് ആയിരുന്നു ഈ കേസ് അന്വേഷിച്ചിരുന്നത്. ഈ കേസിലാണ് ഇപ്പോൾ CBIയുടെ പ്രത്യേക കോടതിയിൽ റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. ജസ്നയെ കണ്ടെത്താനായില്ല, അതുകൊണ്ട് തന്നെ കേസ് അന്വേഷണം അവസാനിപ്പിക്കാൻ അനുമതി വേണമെന്നാവശ്യപ്പെട്ടാണ് CBI റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. ഇത് കോടതി പരിഗണിച്ച് ഈ റിപ്പോർട്ട് അംഗീകരിച്ചാൽ ജസ്ന കേസ് മറ്റൊരു തെളിയാത്ത കേസായി നിൽക്കും. അപ്പോഴും ജസ്ന എവിടെ എന്നുള്ള ഒരു ചോദ്യമാണ് ഉയരുന്നത്. ശ്യാംകുമാർ, ഇതുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ അഭ്യൂഹങ്ങൾ, ജസ്നയെ പലയിടത്തും കണ്ടതായുള്ള വിവരങ്ങൾ, ആ നിലയ്ക്ക് CBIയുടെ അന്വേഷണം നടക്കുന്നു എന്നൊക്കെ റിപ്പോർട്ടുകൾ അതത് സമയങ്ങളിൽ വന്നിരുന്നതാണല്ലോ. ഇപ്പോൾ അതൊന്നും ഫലം കണ്ടില്ല എന്നല്ലേ മനസ്സിലാക്കേണ്ടത് ഈ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കുമ്പോൾ? തീർച്ചയായും ജസ്ന കേസ് അന്വേഷിച്ച ഒരു ഘട്ടത്തിൽ അന്നത്തെ SP ഉൾപ്പെടെയുള്ളവർ ജസ്നയിലേക്ക് എത്തിയതായും നിർണായക വിവരങ്ങൾ നൽകുമെന്നുമൊക്കെ അന്ന് ADGP ആയിരുന്ന ആളുകൾ പോലും വാർത്താ സമ്മേളനങ്ങൾ പോലും സൂചിപ്പിക്കുകയുണ്ടായി. പക്ഷേ അന്ന് ടോമിൻ തച്ചങ്കരിയൊക്കെ ADGP ആയിരുന്ന സമയത്തൊക്കെ ഇതുമായി ബന്ധപ്പെട്ട നിർണായകമായ ഘട്ടത്തിലേക്ക് കേസന്വേഷണം നീങ്ങുന്നതായി പറഞ്ഞിരുന്നു. അന്നും ജസ്നയെ കണ്ടെത്താൻ മാത്രം സാധിച്ചിരുന്നില്ല. അതിന് പിന്നാലെയാണ് CBI അന്വേഷണം ഏറ്റെടുക്കുന്നത്. പക്ഷേ CBIക്കും ജസ്ന എവിടെയുണ്ട്, ജസ്ന ജീവിച്ചിരിപ്പുണ്ടോ തുടങ്ങിയ കാര്യങ്ങളിൽ ഒരു വ്യക്തതയും വരുത്താൻ സാധിച്ചില്ല. പക്ഷേ ജസ്നയെ വിദേശങ്ങൾ ഉൾപ്പെടെ കണ്ടു എന്നുള്ള നിരവധി വിവരങ്ങൾ CBIക്കും ലഭിച്ചിരുന്നു. അപ്പോഴും ജസ്നയെ കണ്ടെത്താൻ സാധിക്കാതെയാണ് കേസന്വേഷണം അവസാനിപ്പിക്കാൻ അനുമതി തേടിക്കൊണ്ട് CBI കോടതിയിൽ തന്നെ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത്. ശരി, ശ്യാംകുമാറാണ് വിവരങ്ങൾ നൽകിയത്. ജസ്ന തിരോധാന കേസ് CBI അന്വേഷിച്ച് കോടതി റിപ്പോർട്ട് നൽകി. ജസ്നയെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് CBI ഇപ്പോൾ കൊച്ചി യൂണിറ്റ് ഇപ്പോൾ കോടതിയെ അറിയിച്ചിരിക്കുന്നത്. ജപ്പാനിൽ വിമാനങ്ങൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ 5 പേർ മരിച്ചു. ടോക്കിയോയിലെ ഹനേഡ എയർപോർട്ടിലാണ് സംഭവം. യാത്രാ വിമാനവും ജപ്പാൻ കോസ്റ്റ് ഗാർഡ് വിമാനവും തമ്മിലാണ് കൂട്ടിയിടിച്ചത്. തീയണക്കൽ പുരോഗമിക്കുകയാണ്.
ടോക്കിയോയിലെ ഹനേഡ വിമാനത്താവളത്തിൽ ജപ്പാൻ കോസ്റ്റ് ഗാർഡ് വിമാനവും യാത്രാ വിമാനവും തമ്മിലാണ് കൂട്ടിയിടിച്ചത്. യാത്രക്കാരുമായി വന്ന വിമാനം ലാൻഡ് ചെയ്യുന്നതിനിടെയാണ് കോസ്റ്റ് ഗാർഡ് വിമാനവുമായി കൂട്ടിയിടിച്ചത്. തൊട്ടു പിന്നാലെ വിമാനം അഗ്നിക്കിരയായി. A350 JAN 516 എയർബസ് വിമാനത്തിനാണ് തീപിടിച്ചത്. വിമാനത്തിലുണ്ടായിരുന്ന 379 പേരെയും ജീവനക്കാരെയും സുരക്ഷിതരായി പുറത്തെത്തിച്ചു. എന്നാൽ കോസ്റ്റ് ഗാർഡ് വിമാനത്തിലുണ്ടായിരുന്ന 6 പേരിൽ 5 പേരും കൊല്ലപ്പെടുകയായിരുന്നു. യാത്രാവിമാനം പൂർണ്ണമായി കത്തിയമർന്നതായാണ് റിപ്പോർട്ട്. ഭൂമികുലുക്കമുണ്ടായ നിഗറ്റയിലേക്ക് സഹായവുമായി എത്തിയതായിരുന്നു കോസ്റ്റ് ഗാർഡ് വിമാനം. ഗുരുതരമായി പരിക്കേറ്റ പൈലറ്റിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇന്റർനാഷണൽ ഡെസ്ക് 24. ഇന്നത്തെ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത ജാർഖണ്ഡിൽ നിന്നാണ്. അവിടെ രാഷ്ട്രീയ വ്യൂഹങ്ങൾ ഇപ്പോൾ ഉയർന്നുകൊണ്ടിരിക്കുന്നു. ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോറൻ രാജിവെച്ചേക്കും എന്നുള്ള സൂചനകൾ, അതുമായി ബന്ധപ്പെട്ട അഭ്യൂഹങ്ങളൊക്കെ ഉയരുന്നുണ്ട്. ഭൂമി തട്ടിപ്പ് കേസിൽ ED അറസ്റ്റ് ചെയ്യും എന്ന് വാർത്തകൾ വരുന്നു. ഇതിനിടയിലാണ് ഈ രാജ്യവ്യൂഹം. ഭാര്യ കൽപ്പന സോറനെ മുഖ്യമന്ത്രിയാക്കിയേക്കും എന്നാണ് വിവരം. ഹേമന്ത് സോറൻ നാളെ വിളിച്ച നിയമസഭാ കക്ഷിയോഗം നിർണായകമാണ്. ഭൂമി കുംഭകോണ കേസിൽ ED 7ാം തവണയാണ് ഹേമന്ത് സോറന് സമൻസ് അയക്കുന്നത്. ഇത്തവണയും സോറൻ EDക്ക് മുന്നിൽ ഹാജരായില്ല. അന്വേഷണത്തോട് സഹകരിക്കാത്തതിനാൽ സോറനെ അറസ്റ്റ് ചെയ്യുകയാകും ഇനി EDയുടെ നടപടി. ഇത് താനും മനസ്സിലാക്കുന്നു എന്ന രീതിയിലാണ് ഹേമന്ത് സോറന്റെ രാഷ്ട്രീയ നീക്കങ്ങൾ. JMM MLA സർഫറാസ് അഹമ്മദ് നിയമസഭാംഗത്വം രാജിവെച്ചു. ഗാൻഡെ മണ്ഡലത്തിൽ ഹേമന്ത് സോറന്റെ ഭാര്യ കൽപ്പന സോറൻ മത്സരിക്കുന്നതിന് വഴിയൊരുക്കാനാണ് രാജിയെന്നാണ് വിവരം. കൽപ്പന സോറൻ മുഖ്യമന്ത്രിയാകുമെന്ന വാർത്തകൾ JMM പാർട്ടി എന്നാൽ ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല. പക്ഷേ നാളെ അടിയന്തര നിയമസഭാ കക്ഷിയോഗം റാഞ്ചിയിൽ ചേരും. എല്ലാ MLA-മാർക്കും മുന്നിൽ സോറൻ രാജി പ്രഖ്യാപിക്കുകയും പുതിയ നിയമസഭാ കക്ഷി നേതാവിനെ തെരഞ്ഞെടുക്കുകയും ചെയ്യുമെന്നാണ് വിവരം. ഭൂമി തട്ടിപ്പ് കേസിൽ IAS ഉദ്യോഗസ്ഥൻ ഛവി രഞ്ജൻ ഉൾപ്പെടെ 14 പേരെയാണ് ED ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. R രാധാകൃഷ്ണൻ, 24, ഡൽഹി. അടുത്ത വാർത്തയിലേക്ക്. ആലപ്പുഴ നൂറനാട് വാഹനങ്ങൾ നശിപ്പിച്ച ശേഷം പോലീസ് യുവാക്കൾക്കെതിരെ കള്ളക്കേസെടുത്തു എന്നുള്ള പരാതി ഉയർന്നിരിക്കുന്നു. നൂറനാട് സ്വദേശി സാലു ഉൾപ്പെടെ 10 പേർക്കെതിരെയാണ് കേസ്. പോലീസ് ഉദ്യോഗസ്ഥർ വാഹനങ്ങൾ അലക്ഷ്യമായി കൈകാര്യം ചെയ്യുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. പോലീസിനെതിരെ DYFI മുഖ്യമന്ത്രിക്ക് പരാതി നൽകി. നടക്കുന്നത് വ്യാജ പ്രചാരണമെന്നാണ് പോലീസിന്റെ വിശദീകരണം. ന്യൂ ഇയർ ദിനം പുലർച്ചെ 2:30 കരിമുളക്കൽ തുരുത്തി ക്ഷേത്രത്തിന് സമീപം യുവാക്കൾ തമ്മിൽ സംഘടനമുണ്ടായതായി പോലീസിന് വിവരം ലഭിച്ചു. നൂറനാട് പോലീസ് എത്തിയതോടെ യുവാക്കൾ ചിതറിയോടി. ആരെയും പിടികൂടാനാവാത്തതിനാൽ പ്രദേശത്തുണ്ടായിരുന്ന സാലു എന്ന യുവാവിനെതിരെ ചെയ്യാത്ത കുറ്റത്തിന് കേസെടുത്തു എന്നാണ് പരാതി. പൊതുസ്ഥലത്ത് പ്രശ്നമുണ്ടാക്കിയതിനും 7ഓളം വാഹനങ്ങൾ നശിപ്പിച്ചതിനുമാണ് കേസ്. താൻ നിരപരാധിയാണെന്ന് സാലു. ഞങ്ങൾ കുറച്ചുപേര് വന്ന് വണ്ടിയെല്ലാം ഈ സംഭവ സ്ഥലത്ത് ഇരിപ്പുണ്ടായിരുന്നു. എന്നെ ആ സംഭവ സ്ഥലത്ത് കൊണ്ടുവന്നിട്ട് എൻ്റെ ഫ്രണ്ട് ഇട്ടാണ് ഇവർ ഈ വണ്ടിയെല്ലാം തല്ലിപ്പൊളിക്കുകയൊക്കെ ചെയ്തത്. എന്നിട്ട് എൻ്റെ പേര് കള്ളക്കേസ് കൊടുത്ത് ഈ വണ്ടിയെല്ലാം ഞാൻ തല്ലിപ്പൊളിച്ചെന്ന് പറഞ്ഞ് എൻ്റെ പേര് കള്ളക്കേസ് കൊടുത്ത് എന്നിട്ട് എന്നെ സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് എന്നെ രാത്രി ഉറങ്ങാനൊന്നും സമ്മതിച്ചില്ല. ഇതിനിടെ ഉദ്യോഗസ്ഥർ വാഹനങ്ങൾ അലക്ഷ്യമായി കൈകാര്യം ചെയ്യുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നു. കള്ളക്കേസ് എടുത്തതിനെതിരെ മനുഷ്യാവകാശ കമ്മീഷനും ജില്ലാ പോലീസ് മേധാവിക്കും പരാതി നൽകാൻ ഒരുങ്ങുകയാണ് സാലു. കള്ളക്കേസ് എടുത്തു എന്ന് കാണിച്ച് DYFI ചാരിമുട് ബ്ലോക്ക് കമ്മിറ്റി മുഖ്യമന്ത്രിക്ക് പരാതി നൽകി. വാഹനങ്ങൾ നശിപ്പിച്ചത് തങ്ങളല്ല എന്നാണ് നൂറനാട് പോലീസിന്റെ പ്രതികരണം. ഇരുചക്ര വാഹനങ്ങൾ ഹാൻഡിൽ ലോക്കായതിനാലാണ് വലിച്ചിഴച്ച് കൊണ്ടുപോയതെന്നാണ് പോലീസ് വിശദീകരിക്കുന്നത്. സംഭവവുമായി ബന്ധപ്പെട്ട് പ്രദേശത്തെ മുഴുവൻ CCTV ദൃശ്യങ്ങളും പരിശോധിക്കുവാൻ ജില്ലാ പോലീസ് മേധാവി ചൈത്ര തെരേസ ജോൺ നിർദ്ദേശം നൽകി. 24, ആലപ്പുഴ.